ബിജെപിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുൻ മന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ ജി സുധാകരൻ. പ്രസ്താവനകളെ തമാശയായി മാത്രമാണ് കാണുന്നത്. തന്നെ അറിയാവുന്ന നാട്ടുകാർക്ക് അങ്ങനെയൊരു സംശയമില്ല. തന്നെ അറിയാത്തവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത്. എല്ലാവരോടും ബഹുമാനവും സ്നേഹവുമാണുള്ളത്. ക്രിമിനലുകളെ ആദരിക്കുന്നവർ സ്വയം ചിന്തിക്കണമെന്നും ജി സുധാകരൻ റിപ്പോർട്ടർ കോഫി വിത്ത് അരുണിൽ പറഞ്ഞു. ഞാനിതെല്ലാം കണ്ടു കേട്ടു. എനിക്ക് സന്തോഷം അങ്ങ് ആസ്വദിച്ചു ഞാൻ. കാരണം ചില ആളുകളെയൊക്കെ രക്ഷിക്കാൻ ചെല്ലങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അവനവനെ രക്ഷിക്കാനേ എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെയൊക്കെ മനസ്സിലാക്കാതെ അവരെയൊക്കെ ആദരിക്കാൻ നടക്കുന്നവർ സ്വയം ചിന്തിച്ചാൽ മതി. ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയുടെ ഭാഗമൊന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നാട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു സംശയമില്ല. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. നാട്ടുകാരും അങ്ങനെ സംശയിക്കുകയില്ല. ഇങ്ങനെ പലരെ അവരെ വിളിക്കുന്നുണ്ട്. അത് അവരുടെ ദൗർബല്യമായിട്ട് വേണം കാണാൻ. അവർക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് കുറെ പേരോട് ചെല്ലണമെന്നുള്ള ഒരു നിലപാടായിരിക്കും. അപ്പോൾ ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരവരുടെ രാഷ്ട്രീയം പറയുന്നു, അവരെ ഞാൻ ആദരിക്കുന്നു. പക്ഷേ അത് നമ്മളുമായിട്ട് വേണ്ട. അനഘ ഹർഷൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അനഘ ഹർഷൻ, രാമായണം വായിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇതൊക്കെ പറഞ്ഞത്. താൻ പണ്ടേ എന്താണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം എച്ച്സലാമിനുള്ള കൊട്ടും പരോക്ഷമായി തന്നെ നല്ല വൃത്തിയായി കൊടുക്കുന്നുണ്ട് ജി സുധാകരൻ. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്ന് അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയത് അനഘ? സുജയ, ആലപ്പുഴ ജില്ലയിലെ സിപിഎമ്മിൽ ചില പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്നൊരു പ്രസ്താവന ജി സുധാകരൻ കുറച്ചു മുമ്പ് നടത്തിയിരുന്നു. ഇതിന് പാർട്ടിക്കുള്ളിലെ തന്നെ എച്ച്സലാം അടക്കം കൃത്യമായൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആലപ്പുഴയിലെ പാർട്ടിയുമായി ജി സുധാകരന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ജി സുധാകരൻ ബിജെപിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ ബിജെപിയിലേക്ക് പോകില്ലെന്ന അഭ്യൂഹങ്ങളൊക്കെ തള്ളിയിരിക്കുകയാണ് ജി സുധാകരൻ. കോഫി വിത്ത് അരുണിലാണ് ജി സുധാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തന്റെ ബിജെപി പ്രവേശനം എന്ന അഭ്യൂഹങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. താൻ ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്തകളൊക്കെ തമാശയായിട്ട് മാത്രമാണ് കേട്ടത് എന്ന് പോലും ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, തന്റെ ചുറ്റുമുള്ള പാർട്ടിയിലെ തന്നെ തന്റെ ചുറ്റുമുള്ള ചിലർ താൻ ബിജെപിയിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ തനിക്ക് ചുറ്റുമുള്ളവർക്ക് അറിയാം താൻ ബിജെപിയിലേക്ക് പോകില്ല എന്ന് തനിക്ക് ചുറ്റുമുള്ളവർക്ക് കൃത്യമായി അറിയാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ബിജെപി തന്നെ ഇത്തരത്തിൽ ചിലരെയൊക്കെ പാർട്ടിയിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ കാര്യം മാത്രമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ രീതിയിൽ പ്രചരിച്ച ഒന്നായിരുന്നു, അതായത് ജി സുധാകരൻ ബിജെപിയിലേക്ക് പോകും എന്നൊരു അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതൊക്കെ തള്ളിക്കളയുകയാണ് ജി സുധാകരൻ കോഫി വിത്ത് അരുൺ എന്ന പരിപാടിയിൽ താൻ ബിജെപിയിൽ പോകില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് സുജയ. ഓക്കെ, അനഘ ഹർഷനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.